അങ്ങനെ 2026 ഓണം വിജയകരമായിട്ട് തൂക്കിയിരിക്കുകയാണ് ബെത്ലഹേം കുടുംബ യൂണിറ്റ്. ഈ ഒരു പടം സംവിധാനം ചെയ്തിരിക്കുന്നത് ഗിരീഷ് ഏടി ആണ്. ഫഹദ് ഫാസിലും ഈ നമ്മുടെ ശ്യാം പുഷ്കറിനൊക്കെയാണ് ഈ ഒരു പടം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. എന്നിരുന്നാലും ഈ ഒരു പടത്തെ ബന്ധപ്പെട്ടുകൊണ്ട് ഒത്തിരി പോസിറ്റീവ് റിവ്യൂസ് ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എമ്പാടും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ ഒരു പടം വളരെ മികച്ച ഒരു സിനിമ തന്നെയാണ്. ഈ അടുത്ത കാലത്ത് കണ്ടതിൽ വെച്ച് തിയേറ്ററിൽ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കോമഡി സിനിമ. അതുപോലെ തന്നെ അഭിനയിച്ചിരിക്കുന്ന എല്ലാ ആർട്ടിസ്റ്റുകളും കൃത്യമായിട്ട് തങ്ങളുടെ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ എടുത്തു പറയേണ്ട എല്ലാവരും ഈ പറയുന്ന പോലെ നെവിൻ പോളി ആയിക്കോട്ടെ, അമിതാഭ് ബൈജു ആയിക്കോട്ടെ, എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമായിട്ട് ഈ ഒരു സിനിമയിൽ വളരെ നല്ല രീതിയിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ കോമഡി വർക്കൗട്ട് ചെയ്തെടുക്കാനും അങ്ങനെ എല്ലാത്തിലും മുന്നിട്ട് നിൽക്കുന്ന ഈ അടുത്ത കാലത്ത് കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച ഒരു പടം എന്ന് പൂർണ്ണമായിട്ടും പറയാൻ സാധിക്കുന്ന ഒരു പടമാണ് ബെത്ലഹേം. അപ്പോൾ ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന പ്രധാന കഥാപാത്രങ്ങൾ തങ്ങളുടെ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കാനായിട്ട് എത്ര രൂപയാണ് ബെത്ലഹേം സിനിമയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത് എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു വീഡിയോയിലെ ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്തിരിക്കുന്നത് ഈ പറയുന്ന ബെത്ലഹേം സിനിമയുടെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളൊക്കെ പുറത്തുവിടുന്ന ഗൂഗിൾ സൈറ്റുകളിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു സിനിമ കാണാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് അടുത്തുള്ള തിയേറ്ററുകളിൽ ബുക്ക് ചെയ്തിട്ട് ഈ ഒരു സിനിമ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ലിസ്റ്റിൽ ഞാൻ ഒന്നാമത്തെ പേര് പറയുന്നത് പാർവതി അയ്യപ്പദാസ് ആണ്. 10 ലക്ഷം രൂപയാണ് തൻ്റെ പ്രതിഫലമായിട്ട് വാങ്ങിയിട്ടുള്ളത്. ദെൻ അടുത്തതായിട്ട് പറയുന്നത് റോഷൻ ഷാനവാസ് ആണ്. 10 ലക്ഷം രൂപ തന്നെയാണ് പ്രതിഫലമായിട്ട് വാങ്ങിയിട്ടുള്ളത്. അടുത്തതായിട്ട് മൂന്നാമത് സംഗീത് പ്രതാപ് ആണ്. സംഗീത് ഏകദേശം 25 ലക്ഷം രൂപയാണ് തൻ്റെ പ്രതിഫലമായിട്ട് വാങ്ങിയിട്ടുള്ളത്. അടുത്തതായിട്ട് ഷമീർ ഖാൻ ആണ്. ഏകദേശം 10 ലക്ഷം രൂപയാണ് തൻ്റെ പ്രതിഫലമായിട്ട് വാങ്ങിയിട്ടുള്ളത്. അടുത്തതായിട്ട് മീനാക്ഷിയാണ്. മീനാക്ഷി ഏകദേശം 15 ലക്ഷം രൂപയാണ് തൻ്റെ പ്രതിഫലമായിട്ട് വാങ്ങിയിട്ടുള്ളത്. ഇവരെല്ലാവരും നമ്മുടെ പ്രേമലു സിനിമയിൽ നിന്ന് വന്നിട്ടുള്ളവരാണ് കേട്ടോ. ദെൻ അടുത്തതായിട്ട് നമ്മുടെ ഷാൻമോഹനും ഏകദേശം 20 ലക്ഷം രൂപയാണ് തൻ്റെ പ്രതിഫലമായിട്ട് വാങ്ങിയിട്ടുള്ളത്. അടുത്തതായിട്ട് സീനിയർ ആക്ട്രസ് ആയിട്ടുള്ള ബിന്ദു പണിക്കർ 25 ലക്ഷം രൂപയാണ് തൻ്റെ പ്രതിഫലമായിട്ട് വാങ്ങിയിട്ടുള്ളത്. ദെൻ അടുത്തതായിട്ട് നമ്മുടെ കൺവീൻസിങ് സൂപ്പർ സ്റ്റാർ എന്നറിയപ്പെടുന്ന സുരേഷ് കൃഷ്ണ, പുള്ളിക്കാരന് ഏകദേശം 25 ലക്ഷം രൂപയാണ് തൻ്റെ പ്രതിഫലമായിട്ട് വാങ്ങിയിട്ടുള്ളത്. അടുത്തതായിട്ട് ശ്രീനിധ ഏകദേശം 20 ലക്ഷം രൂപയാണ് തൻ്റെ പ്രതിഫലമായിട്ട് വാങ്ങിയിട്ടുള്ളത്. അടുത്തതായിട്ട് വിനയ് ഫോർട്ടാണ്. പുള്ളിക്കാരന് ഏകദേശം 50 ലക്ഷം രൂപയാണ് ഈ ഒരു സിനിമയിൽ നിന്ന് പ്രതിഫലമായിട്ട് വാങ്ങിയിട്ടുള്ളത്. ദെൻ അടുത്തതായിട്ട് പറയുന്നത് ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും മികച്ച ഒരു ആക്ട്രസ് എന്ന് പറയാൻ പറ്റുന്ന ഒരു ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് തന്നെ പറയാൻ പറ്റുന്ന നമ്മുടെ കേരളത്തിലും ഒത്തിരി ഭാഷകളിലൊക്കെ വലിയ ആക്ടേഴ്സിൻ്റെ ഒപ്പം അഭിനയിച്ചിട്ടുള്ള അമിതാഭ് ബൈജു, പുള്ളിക്കാരത്തി ഏകദേശം 1 കോടി രൂപയാണ് ഈ ഒരു സിനിമയിൽ നിന്ന് തൻ്റെ പ്രതിഫലമായിട്ട് വാങ്ങിയിട്ടുള്ളത്. ദെൻ അടുത്തതായിട്ട് നമ്മുടെ ലിസ്റ്റിൽ അവസാനത്തെ പേര് ഞാൻ പറയുന്നത് നമ്മുടെ അയൽവക്കത്തെ പയ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും കാണുന്ന നമ്മൾ ഈ പറയുന്ന പോലെ ഈ ഒരു സിനിമയെ ഒത്തിരി മനോഹരമാക്കിയ നെവിൻ പോളിയാണ്. ആള് ഏകദേശം 5 കോടി രൂപയാണ് ഈ ഒരു ബെത്ലഹേം സിനിമയിൽ അഭിനയിക്കുന്നതിന് തൻ്റെ പ്രതിഫലമായിട്ട് വാങ്ങിയിട്ടുള്ളത്. അപ്പം എന്തായാലും ഈ ഒരു സിനിമ ഇതുവരെ പോയി കാണാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് ബുക്ക് ചെയ്ത് പോയി കാണാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ വളരെ വലിയൊരു വിജയത്തോടു കൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അധികം വൈകാതെ തന്നെ ഈ ഒരു സിനിമ 100 കോടി ക്ലബിൽ എത്തിച്ചേരുമെന്നുള്ളതും കൺഫേംഡ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ എന്തായാലും ഒരു വലിയൊരു വിജയമാവട്ടെ. ഈ ഒരു സിനിമ കാണാത്തവർ എത്രയും പെട്ടെന്ന് പോയി കാണാം. നമുക്ക് ഈ അടുത്ത കാലത്ത് നമ്മൾ കിട്ടിയതിൽ വെച്ചൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു കോമഡി സിനിമ എക്സ്പീരിയൻസ് ആയിരിക്കും ഈ ഒരു ബെത്ലഹേം എന്ന് പറയുന്ന ഈ ഒരു പടം. അപ്പോൾ എന്തായാലും കാണാത്തവർ പോയി കാണുക. ഈ ഒരു പടം കണ്ടവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്